ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവിന് പണ്ടേ ഉള്ള ഒരു ഏർപ്പാടാണ് മാന്യന്മാരെ അധിക്ഷേപിക്കുക എന്നുള്ളത്. നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അത് വളരെ കൂടുതലാണ്. ഇപ്പോഴിതാ KC വേണുഗോപാലിൻ്റെ അടുത്തും അതേ വാചകമടി പ്രയോഗിച്ചതോടെ ശോഭാ സുരേന്ദ്രൻ കുടുങ്ങാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ പൂട്ടിക്കെട്ടാൻ പോവുകയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ KC. നല്ല വെടിപ്പായിട്ട് തന്നെ ക്രിമിനൽ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് 2004 മുതൽ രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ സമ്പാദിച്ചു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത്. കിഷോറാം ഓലയും KC വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമിയുടെ പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ടെന്നും ശോഭ പറഞ്ഞതാണ്. അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത എന്നതാണ് ശോഭയുടെ അഭിപ്രായം. അതായത് KC വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ KC വേണുഗോപാൽ ശോഭയ്ക്കെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകുകയും ചെയ്തു. KC വേണുഗോപാലിന് വേണ്ടി ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ MLA ആണ് കോടതിയിൽ ഹാജരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. മാത്യു കുഴൽനാടൻ എന്ന വക്കീലിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ നമുക്കറിയാം. ഏറ്റവും വിശ്വസനീയമായതും സത്യസന്ധതയുള്ളതുമായ കേസുകൾ മാത്രമേ അദ്ദേഹം ഏറ്റെടുക്കാറുള്ളൂ. അതുമാത്രമല്ല, തനിക്ക് 100% നിരപരാധി എന്ന് വ്യക്തമായി അറിയാവുന്ന കേസിൽ മാത്രമേ KC വേണുഗോപാലിനെ പോലുള്ള ഒരാൾ മാനനഷ്ടമൊക്കെ കൊടുക്കാൻ പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശോഭയുടെ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ കലിപ്പ് ഇതോടെ തീർന്നോളൂ. മാനനഷ്ടമുണ്ടായത് KC വേണുഗോപാലിനാണ്. ശോഭയ്ക്കതുണ്ടാകാൻ വഴിയില്ല. കാരണം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 70 രൂപയ്ക്ക് പെട്രോൾ വിൽക്കുന്ന സമയത്ത് തന്നെ വില കൂടിപ്പോയെന്നും പറഞ്ഞ് സ്കൂട്ടർ തള്ളിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ നേതാവാണ് ശോഭ. എന്നാൽ ഇപ്പോൾ 110 രൂപ പെട്രോളിനായപ്പോൾ അതിനെതിരെ സമരം നടത്താൻ കഴിയാതെ തല താഴ്ത്തി നിന്ന ശോഭാ സുരേന്ദ്രന് മാനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഏതായാലും ശോഭയുടെ വ്യാജ വാർത്ത കൊണ്ട് മാനനഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. മാന്യനായ ഏതൊരാൾക്കും മാനഹാനി ഉണ്ടാകുമ്പോൾ വേദനിക്കും. അതിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഹാജരായിരിക്കുന്നത് മാത്യു കുഴൽനാടനും. ഏതായാലും നഷ്ടപരിഹാരം ചോദിച്ചാൽ അത് നൽകേണ്ടിയും വരും. മാനഹാനി ഇല്ലെങ്കിലും ധനനഷ്ടം ഉറപ്പാണ് ശോഭയ്ക്ക് ജാതകവശാൽ.